ഇന്ന് 581 ദിവസമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ? ഇത് കേരള മദ്യനിരോധന സമിതിയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന 978 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന മദ്യനിരോധന പ്രസ്ഥാനമാണ്. ഞങ്ങൾ 953 ദിവസം ഇതേ കളക്ട്രേറ്റ് ഗേറ്റിലിരുന്നു. അച്യുതാനന്ദൻ അവർ ഭരിക്കുമ്പോൾ പഞ്ചായത്തുകളുടെ നായനാർ സർക്കാർ റദ്ദു ചെയ്ത മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിച്ചു കിട്ടാൻ അച്യുതാനന്ദൻ അവർകളാകട്ടെ ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആ അധികാരം പുനഃസ്ഥാപിച്ചു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പിന്നീട് മദ്യഷാപ്പുകളൊന്നും വെക്കാൻ അഭിമാനബോധമുള്ള ഒരു പ്രദേശത്ത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ സമ്മതിച്ചില്ല. പക്ഷേ 2016 ഇലക്ഷനിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 2017 റംദാൻ കാലത്ത് ഈ അധികാരം അട്ടിമറിച്ചു. അത് അട്ടിമറിച്ചത് പഞ്ചായത്ത് മന്ത്രിയായിരുന്ന ഡോക്ടർ KT ജലീലാണ്. അതിൽ പിന്നെ കേരളത്തിൽ ബാറുകളുടെ വരവ് തന്നെയായി. ഉമ്മൻചാണ്ടി പോകുമ്പോൾ 29 ബാറുകളിലെ കേരളത്തിൽ നിന്ന് 932 ബാറുകളുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ഒരു ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 26 ബാറുകളുണ്ട്. 2 ബാറുകൾ ഉടനെ തന്നെ തുറക്കാൻ പോകും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം, പിണറായി സർക്കാർ KT ജലീൽ അട്ടിമറിച്ച പഞ്ചായത്തിന്റെ മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിച്ചു തരണം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ലഹരിയിൽ വീഴുന്നു, ആളുകൾ ക്ലാസ് എടുക്കുന്നു, എക്സൈസുകാർ പഠിപ്പിക്കുന്നു, കുട്ടികളുടെ കീശ തപ്പണം, ഇൻഷുറൻസ് ബോക്സ് നോക്കണം, അതുപോലെ വായിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കണം. അതൊന്നും രക്ഷിതാക്കൾക്ക് സാധിക്കുകയില്ല. ഞങ്ങളതിന് ആവശ്യപ്പെടുന്നത് LP ക്ലാസ് മുതലേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. അങ്ങനെ ചേർത്താൽ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുട്ടികൾ പാഠം വായിക്കുമ്പോൾ ഒരു ജാള്യത തോന്നും. മദ്യപിക്കുന്ന അധ്യാപകന്മാർക്ക് ക്ലാസ് പാഠമെടുക്കാൻ ഒരു വെല്ലുവിളി തോന്നും. കുട്ടി വായിച്ചുകൊണ്ട് നന്നാവുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ രാഷ്ട്രീയ കാരണമുണ്ട്. അത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ വിശദീകരിക്കും. ഞാൻ കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് EH കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ 2023 ഓഗസ്റ്റ് 14 മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ഈ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിൽ 2 എണ്ണം ബഹുമാനപ്പെട്ട EH മാസ്റ്റർ സൂചിപ്പിച്ചു. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ സർക്കാർ LDF സർക്കാർ 2021 പ്രകടന പത്രികയിലും അതിനു മുൻപ് 2016 പ്രകടന പത്രികയിലും വ്യക്തമായി ജനങ്ങൾക്ക് നൽകിയ ഉറപ്പായിരുന്നു, തങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന്. ഇത് പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2016 പ്രകടന പത്രികയുടെ 552 ഖണ്ഡികയിലും 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡികയിലും ഈ കാര്യം LDF കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം, 2021 മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ 2025 ആയപ്പോഴേക്കും ബാറുകളുടെ എണ്ണം അന്നുണ്ടായിരുന്നതിൻ്റെ 30 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2016 പിണറായിയുടെ ആദ്യ സർക്കാർ കേരളത്തിൽ ഭരണമേൽക്കുമ്പോൾ ഇവിടെ ആകെ ഉണ്ടായിരുന്നത് 29 ബാറുകളാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ സർക്കാരിൻ്റെ കണക്കും പ്രകാരം 855 ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 855 ബാറുകൾ. ഇത് സർക്കാർ പറഞ്ഞ കണക്കാണ്. ഞങ്ങളുടെ കണക്കും പ്രകാരം 900-ലധികം ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകള്, ലഹരിയിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ ആളുകള് ലഹരി പ്രചരിപ്പിക്കുന്നവരുടെ സംരക്ഷകരായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഇപ്പൊ മിനിഞ്ഞാന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ലഹരിക്കെതിരെ ജനങ്ങൾ ഒന്നായി പോരാടണമെന്ന്. ഇവരുടെ വാക്ക് കേട്ടാൽ തോന്നുക, മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയുടെയും വാക്ക് കേട്ടാൽ തോന്നുക, ലഹരി എന്ന് പറഞ്ഞാൽ അത് രാസലഹരി മാത്രമാണ് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും അപകടമുണ്ടാക്കുന്ന ലഹരി, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലഹരി, ഏറ്റവും അധികം പണം വിനിയോഗിക്കപ്പെടുന്ന ലഹരി, ആ ലഹരി വസ്തു മദ്യമാണ്. നമ്മുടെ കൊച്ചി കമ്മീഷണറായിരുന്ന വ്യക്തി തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, ഇന്ത്യയിൽ മറ്റ് ലഹരികളുടെ ഉപയോഗത്തിൽ ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് കേരളത്തിന്റെ സ്ഥാനം. മറ്റു ലഹരി വസ്തുക്കള്, കഞ്ചാവ്, MDMA പോലുള്ള വസ്തുക്കൾ, ഇതൊക്കെ വലിയ അപകടമുണ്ടാക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചും ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ കാണേണ്ട ഒരു കാര്യം, ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വീടുകളിൽ ഈ മദ്യത്തിന്റെ സ്വാധീനം കൂടി വന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്നും 2 കിലോയിലധികം കഞ്ചാവാണ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ആ സ്ഥാപനത്തിലെത്തുന്ന കുട്ടികള്, അവരിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അവരുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ മോശമാണ്. അവരുടെ ജ്യേഷ്ഠന്മാര്, അവരുടെ മാതാപിതാക്കള്, ഇവരിൽ പലരും, പ്രത്യേകിച്ചും അച്ഛൻ, സർക്കാരിന്റെ മനസ്സിലായില്ല, നിശ്ചയമായിട്ടും സർക്കാരിന്റെ പിടിപ്പുകേടാണ്, സർക്കാരിന്റെ നയവൈകല്യമാണ്. സർക്കാർ വളരെ ബോധപൂർവം ഈ പറയുന്ന മദ്യയാപനം ശക്തമാക്കുന്നു. മദ്യയാപനത്തിന്റെ ഫലമായിട്ട് കുഞ്ഞുനാളിൽ തൊട്ടേ കുട്ടികൾക്ക് തോന്നുന്നു ഇത് അത്ര കുഴപ്പമുള്ള സംഗതിയൊന്നുമല്ല. നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട ഒരു നേതാവ് തന്നെയല്ലേ പറഞ്ഞത്, ഈ കുട്ടികൾ ഇത് ഇത്തിരി വലിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്താ കുഴപ്പം, ഇത് കുഞ്ഞുങ്ങളല്ലേ, വെറുതെ ഒന്ന് ശാസിച്ചു വിട്ടാൽ പോരെ. അതുപോലെ മറ്റൊരു നേതാവ് പറഞ്ഞു, കള്ളെന്ന് പറയുന്നത് ലഹരി വസ്തുവല്ല, അതൊരു പോഷക വസ്തുവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഈ മദ്യത്തെ അല്ലെങ്കിൽ മദ്യമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുന്നത്, ഇത് കുട്ടികളില് ഒരു തെറ്റായ ഒരു അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. മദ്യം കുഴപ്പമൊന്നുമില്ലാത്തതാണ്, ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. പതുക്കെ അവരങ്ങോട്ടടുക്കുന്നു, താമസിയാതെ ഈ മദ്യത്തിന് അടിപ്പെട്ടു പോകുന്നു. ഇങ്ങനെ അടിപ്പെട്ടു പോകുന്നവരാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും മറ്റ് ലഹരി വസ്തുക്കളുടെ പിടിയിലേക്ക് പോകുന്നത്. അപ്പൊ കേരളത്തിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഇന്ന് വ്യാപകമായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യത്തിന് കൊടുത്തിരിക്കുന്ന മാന്യസ്ഥാനമാണ്. ഇത് വീടുകളിലേക്കും ഇന്ന് മദ്യം മുമ്പത്തേതിനേക്കാളും സ്വാഗതം ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ ബാറുകളിൽ എക്സൈസിന്റെ പരിശോധനയെ നടക്കുന്നില്ല. കേരളത്തിൽ ബാറുകളിൽ വിൽക്കുന്ന മദ്യം ബിവറേജസിൽ നിന്ന് എടുത്തിട്ട് വേണം അവർക്ക് വിൽക്കാൻ. അതാണ് നിയമം. കേരളത്തിലെ മദ്യത്തിന്റെ മൊത്ത വിതരണക്കാര് ബിവറേജസ് കോർപ്പറേഷൻ ആണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബിവറേജസിൽ നിന്ന് എടുക്കുന്ന മദ്യത്തിന് 255% ടാക്സ് കൊടുക്കണം. ബാറുകാർ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നും മറ്റ് UP നിന്നുമൊക്കെ മദ്യം ഇവിടെ കൊണ്ടുവരുന്നു. ടാക്സ് കൊടുക്കാണ്ട് ഇവിടെ സെക്കൻഡ്സ് എന്നുള്ള ഓമന പേരില് ഈ മദ്യമാണ് കേരളത്തിലെ ബാറുകളിൽ വിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷവും. ഇത് ഇവിടുത്തെ എക്സൈസുകാർക്കറിയാം, ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർക്കറിയാം, സർക്കാരിനറിയാം. പക്ഷേ ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആവശ്യം, കേരളം ഭരിക്കുന്നത് ആരാണെങ്കിലും ശരി, മദ്യമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഭീഷണിയാണ്. അതിനെതിരെ ശക്തമായ നടപടികൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ തന്നെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ടോ ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അവിടെയും അവര് മറ്റ് ലഹരി വസ്തുക്കളെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നുള്ളൂ. മറ്റ് ലഹരി വസ്തുക്കളെക്കാൾ കൂടുതൽ കേരളത്തില് അപകടമുണ്ടാക്കുന്നത് മദ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ ഓർമ്മിക്കുക, ഏതാണ്ട് 18,000 കോടിയോളം രൂപയാണ് മദ്യം വിറ്റ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള സർക്കാർ എക്സൈസിനെ കൊണ്ട് ലഹരി വിരുദ്ധ ക്ലാസുകൾ എടുപ്പിക്കുമ്പോൾ ഒരിടത്ത് പോലും മദ്യമുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല. മദ്യം എന്നുള്ള വാക്ക് പോലും മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നേരത്തെ ഈ KSRTCയുടെ ഒക്കെ പുറത്ത് സർക്കാരിന്റെ പരസ്യമുണ്ടായിരുന്നു, 1 തുള്ളി മദ്യം 1000 കണ്ണീര്.
പക്ഷെ പിണറായിയുടെ സർക്കാർ വന്നതിന് ശേഷം ഈ പരസ്യമേ എടുത്തു കളഞ്ഞു. മദ്യത്തെക്കുറിച്ചുള്ള ഒരു വാക്ക് പോലും, മദ്യത്തിനെതിരായ ഒരു വാക്ക് പോലും സർക്കാർ മിണ്ടുന്നില്ല, എക്സൈസ് മിണ്ടുന്നില്ല. മദ്യഷാപ്പുകൾ നാടിന്റെ വികസനത്തിന് ഉതകുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈയിടെ ഒരു പഠനം നടന്നു. അതിനകത്ത് പറഞ്ഞത് ബിവറേജസ് കടകളിൽ വരുന്ന ആ പണത്തില് ഏതാണ്ട് 60% കൃഷിക്കാരുടെയും സാധാരണ തൊഴിലാളികളുടെയും പണമാണെന്നാണ്. അപ്പൊ ആ പണം അവരുടെ വീടുകളിൽ എത്തേണ്ട പണം, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കേണ്ട പണം, അവരുടെ മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കേണ്ട പണം, ആ പണം മുഴുവൻ ഈ പറയുന്ന മദ്യ ലോബി ആളുകളെ പ്രലോഭിപ്പിച്ച് തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അത് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പല തൊഴിലാളികളും 1000 രൂപയ്ക്ക് പണിയെടുക്കുന്നു. അതില് 900 രൂപയ്ക്കും മദ്യം പൊഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് നടന്നു പോകാൻ പറ്റാത്തതിനാൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അരി വാങ്ങണമെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ പണിക്ക് പോകണം. ഞങ്ങൾ ഈ ആശാസമരത്തെ പോലും കാണുന്നത് അങ്ങനെയാണ്. ഈ ആശമാര് അവർക്ക് 7000 രൂപയാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. അവരിൽ നല്ലൊരു പങ്കും അവരാണ് കുടുംബം പോറ്റുന്നത്. വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈ ദിവസം കിട്ടുന്ന 232 രൂപ കൊണ്ടാണ്. അതൊന്ന് കൂട്ടിക്കൊടുക്കാൻ തൊഴിലാളികളോട് സ്നേഹമുണ്ട് എന്ന് മുട്ടിന് ഏറ്റു പറയുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിയുന്നില്ല എന്നതിൽ വലിയ ദുഃഖമുണ്ട്. ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ സ്ത്രീ സൗഹൃദ സർക്കാരാണെന്നാണ്, സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ്. ഞങ്ങൾ ഭരണമാറ്റമല്ല, ഭരിക്കുന്നവരുടെ നയം മാറ്റമാണ്. നയം നേരത്തെ ഇവർ പറഞ്ഞിരുന്നു, UDF നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ മദ്യനിരോധനം ഞങ്ങളുടെ നയമാണ്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 കാര്യങ്ങൾ. ചാരായം നിരോധിച്ചു, അടുത്ത പടിയായിട്ട് വിദേശ മദ്യശാലകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറച്ചു. ബിവറേജ് ഷോപ്പുകൾ ഓരോ വർഷവും 10% വീതം കുറച്ച് കൊണ്ടുവന്നു. അന്നേരമാണ് LDF പറഞ്ഞത് അതിലും ശക്തമായി ഒരു വാചകം ശ്രദ്ധിക്കണം. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിലവിലുള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും ഞങ്ങൾ കൂടുതൽ കൊടുക്കില്ല. ഇത് പറയുന്നത് 2016-ലാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകൾ മാത്രമാണുള്ളത്. ഞാൻ കോഴിക്കോട് കൊയിലാണ്ടി മുജുകുന്ന് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇന്ന് 581 ദിവസമായി. ഈ നമുക്കറിയാം, കേരളം ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് എവിടെയും സുരക്ഷിതയല്ല. അക്രമവും കൊലയും പീഡനങ്ങളും വാഹനാപകടങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അച്ഛനന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം. 10 വീട് എടുത്ത് നോക്കുകയാണെങ്കിൽ 8 വീടും ലഹരി മണക്കുന്നു. ഈ ലഹരി മണക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് എന്താണ് സുരക്ഷിതത്വം ഉള്ളത്? ഇതിന് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇതിനെതിരെ ഇറങ്ങേണ്ടത് സ്ത്രീ സംഘടനകളാണ്. ഇതിന്റെ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ നിശബ്ദരാണ്. അവർക്ക് വേണ്ടി കരയാൻ ആരുമില്ല. അത് സ്ത്രീ സംഘടനകൾ തന്നെ ഇറങ്ങണം. എല്ലാ പാർട്ടിക്കാർക്കും ഇവിടെ സ്ത്രീ സംഘടനകളുണ്ട്. പക്ഷെ സ്ത്രീ സംഘടനകൾ ആരും ഇതിന് പരസ്യമായ രംഗത്ത് വരുന്നില്ല. നമ്മൾ ആലോചിച്ച് ഓരോ ദിവസം എന്താണ് കേരളത്തിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീട്ടിൽ പോയി കത്തി വാങ്ങിക്കൊണ്ടുവന്ന് 25 വയസ്സുകാരൻ 52 വയസ്സുള്ള ഉമ്മയെ കഴുത്തറുത്തു കൊന്നു. ഈ സാക്ഷര കേരളത്തിലല്ലേ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്? എത്ര കൊലപാതകങ്ങളാണ്. ഒരാഴ്ച മുമ്പ് മാതൃഭൂമി പറഞ്ഞു 2 മാസം കൊണ്ട് ഇവിടെ 63 കൊലപാതകങ്ങൾ നടന്നു. 63 അല്ല, ഈ കൊലപാതകങ്ങളിൽ ഒരു 75% ലഹരിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിനെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണം, അല്ലെങ്കിൽ കേരളം നശിച്ചു പോകും. നമ്മൾ ആലോചിച്ച് പോയപ്പം 12 വയസ്സ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുപ്പി പൊട്ടിക്കുന്നു. ഈ കുപ്പി മദ്യത്തിലൂടെയാണ് ലഹരിയിലേക്ക് കുട്ടികൾ കടക്കുന്നത്, മറ്റു ലഹരിയിലേക്ക് കുട്ടികളൊക്കെ കടക്കുന്നത്. പക്ഷെ മദ്യം ഇന്ന് സർക്കാരിൻ്റെ ജനങ്ങളുടെ കൺമുമ്പിൽ ലഹരിയല്ല. യഥാർത്ഥം പറയുകയാണെങ്കിൽ നമുക്കറിയാം, LDF സർക്കാർ ഇവിടെ വരുമ്പോൾ 2016 29 ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 920-ലേറെ ബാറുകളുണ്ട്. അതേപോലെ തന്നെ 5170 കള്ളുഷാപ്പുകളുണ്ട്. 310-ലേറെ വിദേശ മദ്യ ഷാപ്പുകളുണ്ട്. ബീർ വൈൻ പാർലറുകളുണ്ട്. ഇവിടെ ഒക്കെ പോയി കുടിക്കുന്ന മദ്യമല്ലേ? ഇവിടെ നല്ല ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണോ? നമ്മൾ ആലോചിച്ച് ഇതിൽ നിന്നുള്ള പ്രാക്ടീസാണ് കുട്ടികൾ രാസലഹരിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
എനിക്കറിയാം, ഞാൻ ഈ പന്തൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒട്ടനവധി സഹോദരിമാർ ഇവിടുത്തെ കുടുംബ കോടതിയിലേക്ക് കടന്നു പോകുന്ന രംഗം ഞാൻ കാണുന്നു. എന്താണ് കുടുംബ കോടതിയിലേക്ക് അവരുടെ അന്വേഷിച്ചപ്പുറം ഞങ്ങൾ വിവാഹമോചനത്തിന് പോവുക. കാരണം ഈ കുട്ടികളുടെ ബാപ്പാൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഈ കുട്ടികളുടെ അച്ഛനടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും മദ്യപാനികളാണ്, സ്വൈരം കെടുത്തുകയാണ് ജീവിതം. ഈ സ്വൈരം കെട്ട ജീവിതത്തിൽ ഞങ്ങൾക്ക് മോചനം വേണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, യഥാർത്ഥം പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ സത്യാഗ്രഹത്തിലൂടെ പറയുന്നത്. ഇളം തലമുറ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ പാഠപുസ്തകങ്ങളിൽ LP തലം തൊട്ട് ലഹരി വിരുദ്ധ ഭാഗം ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ജനങ്ങൾക്ക് വലിയൊരു അധികാരമുണ്ടായിരുന്നു, പ്രാദേശിക മദ്യനിരോധന ജനാധികാര വകുപ്പ്. 2016 LDF സർക്കാർ വന്നപ്പോൾ തന്നെ 2017 നമ്മുടെ പഞ്ചായത്ത് മന്ത്രി KT ജലീൽ അവർകളാണ് അതങ്ങ് എടുത്തു തന്നെ അധികാരം. അന്ന് തൊട്ടേ ഞങ്ങൾ സമർത്ഥില്ല. ആ അധികാരം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ആ അധികാരം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് മുക്കിന് പിന്നെ വിദേശമദ്യ ഷാപ്പുകളും ബാറുകളും വരുന്നത്. ഞാൻ തടയാനുള്ള ജനങ്ങൾക്കുണ്ടായിരുന്ന അധികാരം. കാരണം ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്കുള്ള അധികാരം ജനങ്ങളുടെ കയ്യിൽ തന്നെ വേണം. ഈ 1-2 കാര്യങ്ങളാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നത്. അതെ, എന്താണ് ഗവൺമെന്റ് തലത്തിൽ നിന്ന് എന്താണ് ഇതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത്? മുന്നോട്ട് വെക്കാനുള്ളത് ഞങ്ങളെ ചില ആവശ്യങ്ങളുണ്ടല്ലോ, പ്രധാനമായ ആവശ്യങ്ങൾ. അപ്പം ആദ്യമായി ചില കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ പത്രത്തിൻ്റെ 3/4 ഭാഗവും മദ്യത്തിനെതിരുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വളരെ അങ്ങേയറ്റം മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്, കേരളത്തെ മക്കളോട് ഞങ്ങൾ പറഞ്ഞത്, അധികാരികളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വരാൻ പോകുന്നത് ഇന്നിന്നും കാര്യങ്ങളാണ്. പിടിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞിരുന്ന അറിയോ, ഞങ്ങൾ വിദ്യാലയം തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മദ്യാലയം തുറക്കാൻ മുൻകൂർ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് വാങ്ങിയത്. അതിനവർ മുന്നിട്ട 2 ആളുകളുണ്ട്, ഒന്ന് ഇന്നസെന്റും ഒന്ന് KPS ലളിതയും. അവർ മരണപ്പെട്ടു പോയി. ഞങ്ങൾ പറയാനുള്ളത്, അവരോട് പോലെങ്കിലും നീതി പുലർത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്ത് വേണം? ഇന്നിപ്പോൾ ഈ നാട്ടിൽ വ്യാപകമായി നടക്കുന്ന ഈ മദ്യശാലകളുടെ പ്രവർത്തനം ലഘൂകരിച്ച് കൊണ്ടുവന്നുകൊണ്ട് നാട്ടിൻ്റെ ഇന്നത്തെ സാംസ്കാരിക കേരളത്തിൻ്റെ പൈതൃകം വീണ്ടെടുക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് പറയാം. കാരണം അത്രയും പല ആൾക്കാർ അറിയാം, വളരെ ഭീകരമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആൺകുട്ടികളായിരുന്നാലും ശരി, പെൺകുട്ടികളായിരുന്നാലും ശരി, നമ്മൾ കാണാമറയത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഈ സർക്കാർ 1 മണിക്കൂർ നേരം വിചാരിച്ചാൽ ഇവിടുത്തെ ഈ ലഹരി മാഫിയെ അടിച്ചമർത്താനും നിയന്ത്രിക്കാനും സാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. സർക്കാർ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഉമ്മൻചാണ്ടി പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ 1 ബാറായിരുന്നുവെങ്കിൽ ഇന്ന് 29 ബാറും 3 പണിപ്പുരയിലാണ്. ഈ ബാറെല്ലാം തുറന്നു വെച്ചുകൊണ്ട് പറയുന്നത് വിമുക്തി എന്ന് പറഞ്ഞിട്ട് ആരെ കേൾപ്പിക്കാനാണ്? ആരെ നന്നാക്കാൻ വേണ്ടി വിമുക്തി എന്ത് നടക്കാം? അത് മാത്രമല്ലല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ, ഘട്ടമായി കുറച്ച് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സർക്കാർ. നേരത്തെ നമ്മൾ സാറ് പറഞ്ഞതുപോലെ, വിൻസെന്റ് മാളിയൊക്കെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ, 29 ബാറുണ്ടായിരുന്ന കേരളത്തിൽ ഇടവഴി നടവഴി ബാറുകളാക്കിക്കൊണ്ട് 900 പരം ബാറുകളുണ്ടായി. ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത്, കുടിക്കാനുമുള്ള മദ്യം ഇവിടെയുണ്ട്. ഇനി നീന്താനുള്ള മദ്യമാണ് പാലക്കാട് ബ്രൂവറി തുറന്നുകൊണ്ട് നടക്കാൻ പോകുന്നത്. ഘട്ടമായി കുറച്ച് കൊണ്ടുവരണം, അതാണ് പറയുന്നത്. കാരണം നമ്മുടെ നാടിനെ ഇന്നത്തെ യുവാക്കളെ പോക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ പത്രത്തിൽ ഇഷ്ടം പോലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇവിടെ ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് പതിറ്റാണ്ടുകൾ മുമ്പ് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ആരും കേട്ടില്ല. ഇതിപ്പോ എന്തായി? സ്വന്തം മക്കളെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോയി. കലാലയ രാഷ്ട്രീയമായിരുന്നാലും ശരി, വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നാലും ശരി, വളരെ അങ്ങേറ്റം സാംസ്കാരികപരമായിട്ട് അവർ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. 2025 തുടങ്ങിയിട്ട് 2.5 മാസമായി. സർക്കാർ കണക്ക് പ്രകാരം 60 ദിവസം കൊണ്ട് എടുത്ത കേസ് 2721 കേസ് എടുത്തിട്ടുണ്ട് സർക്കാർ. അതിൽ 266 അറസ്റ്റ് നടന്നിട്ടുണ്ട്, 70 കൊലപാതകം നടന്നിട്ടുണ്ട്. ഈ 60 ദിവസത്തിൽ നടന്നതാണ് നമ്മുടെ കേരളത്തിൽ. നിങ്ങൾ നോക്കണം, ഇത് ബോംബെ അല്ല, ഇത് ഡൽഹി അല്ല, നമ്മളെ സംസ്കാരിക കേരളമാണ്. ആ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമവാദം ഇല്ല, കിട്ടിയില്ല. അത് ശരിയല്ല, അത് തടയണം. അതിനു വേണ്ടിയിട്ടും ഈ ധർമ്മസമരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം.